അറബി ഭാഷ ഒട്ടും അറിയാത്തവർക്ക് അറബി ഭാഷയിൽ നല്ലൊരു സപ്പോർട്ടുമായാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ഇത് എന്ന ഒരു വസ്തുവിനെ കുറിച്ച് പറയാനാണ്. ഇതൊരു പേനയാണ്, ഹാദഗലം, ഇതൊരു ഓഫീസാണ്, ഹാദ മക്തബ് നമ്മൾ പഠിച്ചു. ഇനി ഒരു വസ്തു, അതായത് ഇതന്നെയാണ് ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഫെമിനൻ വേർഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകളെ കുറിച്ച് പറയാൻ ഹാദി എന്നാ പറയേണ്ടത്, പുരുഷനെ പറ്റി പറയുമ്പോൾ ഹാദ എന്നാ പറയാം. നമ്മുടെ ഹാദി ലീന എന്നും ഹാദ ജോൺ എന്നും പഠിച്ചിരുന്നു. പുല്ലിംഗ സ്ത്രീലിംഗ വ്യത്യാസം. ഇംഗ്ലീഷിൽ അങ്ങനെയില്ല, ഇംഗ്ലീഷിലുണ്ട്, അതേസമയത്ത് ഹിന്ദിയിലില്ല. എന്ന് എല്ലാവർക്കും പറയും. അല്ലെങ്കിൽ ഹി ഷീ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്, ഇവളെന്ന വ്യത്യാസമുണ്ട്. അതേപോലെ കൂട്ടിയാൽ മതി ഹാദി. അതേപോലെ സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ഉണ്ട്, അത് സ്ത്രീ നാമങ്ങളെ പോലെ ഇരിക്കും, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇതൊരു വാഹനമാണ്. ഹാദ സയ്യാറാൻ പറയാറില്ല പൊതുവെ. പറഞ്ഞെന്ന് വിചാരിച്ച് തെറ്റുമല്ല, ഒറിജിനൽ സ്ത്രീ ഒന്നും അല്ലല്ലോ, പെണ്ണാറ്റ് വണ്ടി അല്ലല്ലോ. അപ്പൊ ഹാദി സയ്യാറ, ഹാദി സയ്യാറ ഇതൊരു വണ്ടിയാണ്. ഹാദി ബിസ്സ, ബിസ്സ ഇതേ സ്റ്റൈലിൽ വരുന്നതുകൊണ്ടാണ് ഹാദി ബിസ്സ. ഇത് ഒരു എന്താകുന്നു? ബിസ്സയാകുന്നു. ബിസ്സ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസ്സ പൂച്ച, പൂച്ച എന്ന് പറയും, ബില്ലി എന്നൊക്കെ പറയും ഹിന്ദിയിൽ. ഹാദി ബിസ്സ ഇതൊരു പൂച്ചയാണ്. ഹാദി താവില ഇത് ഒരു മേശയാണ്. അപ്പൊ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു. ഹാദി താവില, ഹാദി ബിസ്സ, ഹാദി ബിസ്സ, ഹാദി സയ്യാറ. ഇനി പുല്ലിംഗമായി ഉപയോഗിക്കുന്ന ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ നായ പട്ടി എന്നൊക്കെ പറയുമല്ലോ. നായ എന്ന് പറയുന്നതിന് ഹാദ കെൽബ് എന്ന് പറഞ്ഞാൽ മതി. കെൽബ, കെൽബ എന്ന് പറയുമ്പോൾ ഹാദി കെൽബ എന്ന് പറയണം. ആ ഒരു വ്യത്യാസമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഭാഷയോടൊപ്പം ജീവിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഫെമിനൻ വേർഡുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു സ്ത്രീലിംഗ വാക്ക് പറയുമ്പോൾ കബീർ എന്ന് പറഞ്ഞാൽ വലുതാണ്, കബീറ, കബീറ, കബീർ വലുത്, കബീറ. ഹാദി ബിസ്സ കബീറ ഇത് വലിയ ഒരു പൂച്ചയാണ്. ഹാദ കെൽബ് സഗീർ, മനസ്സിലായോ? ഇത് ചെറിയ ഒരു നായയാണ്. ഈ രീതിയിൽ താവില, താവില എന്ന് പറഞ്ഞാൽ എന്താണ്? താവില, താവില എന്ന് പറഞ്ഞാൽ മേശയാണ്. അപ്പൊ താവില സഗീറ, ഒറ്റ വാക്കുകൂടി. അപ്പൊ ജദീദ് പുതിയത്, ജദീദ സ്ത്രീലിംഗ വാക്കാകുമ്പം പുതിയത്. ഗദീം ഓൾഡ് പഴയത്, ഗദീമ, മനസ്സിലായോ? അപ്പൊ ഇതും നമ്മൾ എന്തായിരിക്കണം? അപ്പൊ ഗദീമ ഒരു സ്ത്രീലിംഗ വേർഡ് ഉപയോഗിക്കുമ്പോൾ ഗദീം. സയ്യാറ ഗദീമ വണ്ടി പഴയതാണ്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ ഒരു പുല്ലിംഗ വേർഡ് ഗലം, ഗദീം പുല്ലിംഗ വേർഡാണ്. ഓക്കെ, ഈ രീതി നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ ജദീദ് ജദീദ, ഗദീം ഗദീമ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.